ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് പ്രവാസികളെ റൂമും കാര്യങ്ങളാണ്. കാരണം നാട്ടിൽ വലിയ വീടുകളും കാര്യങ്ങളും പിന്നെ ശരിക്കുള്ള റൂം കാണിച്ചു തരാം. എന്നാ സംഭവം എന്നല്ല, വലിയ കൊട്ടാരങ്ങളെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ കണ്ടോ, ഇതാരാ നോക്ക്, മുസ്തഫ. ഇതല്ല മുസ്തഫ, നിങ്ങളെത്രയല്ല ഇവിടെ ഗൾഫിൽ? ഇപ്പോൾ 11 കൊല്ലായി. അപ്പോൾ ഗൾഫ് ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ റൂമിലൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഗൾഫിൽ. അപ്പം നമ്മുടെ നാട്ടിൽ വലിയ കൊട്ടാരങ്ങളെല്ലാം എടുത്തിട്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മളെ സന്തോഷമാണ്. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ എത്ര ബുദ്ധിമുട്ടായാലും എന്തായാലും സന്തോഷം തന്നെ. അതുപോലെ സന്തോഷം നമ്മളാണ് അല്ലേ? അപ്പോൾ വീടുകളും കാര്യങ്ങളിലാണ് എല്ലാം ഗൾഫുകാരാണ് എന്തിന് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതേപോലത്തെ കട്ടിലിരുന്നിട്ടാണ് കിടന്നിട്ടാണ് എന്തിന് ഉണ്ടാക്കുന്നത് നമ്മൾ അറിയിച്ചു കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ അഭിപ്രായം എന്നാ, നമ്മളെ നാട്ടിലുള്ള ഓരോരുത്തരും വീട്ടുകാരെല്ലാം ആലോചിക്കേണ്ടിട്ട് തന്നെയാണ്. കാരണം അത്രയും കഷ്ടപ്പെടുന്നത്. നമ്മളെ നാട്ടിൽ പിന്നെ 2 ബാത്റൂം 3 ബാത്റൂമിലുള്ള വീടുകളുണ്ട്. കാരണം ഇവിടെ 10-25 ആൾക്ക് ഇതിലെല്ലാ ജാതി ആൾക്കാരുണ്ട്. പാകിസ്ഥാനികളുണ്ട്, ബംഗാളികളുണ്ട്, അതേപോലെ തന്നെ പിന്നെ എല്ലാ മോഡലും എല്ലാ രാജ്യക്കാരും ഇത് ഒരു ചങ്ങായിതൊക്കെ ആരി പോകുന്നു. ഇതാ എൻ്റെ കട്ടില് സുഹൃത്തെ. ഇവ കാര്യം കഴിഞ്ഞ് പിന്നെ ഇറങ്ങൂല. കൊറേ ഇവിടെ ചങ്ങായിതാ മുടിവായിരുന്നു. ഡ്യൂട്ടി കലാസ് तुम्हारा बेड है? हाँ, बेड है इधर. कितना साल हो गया इधर? 5 साल. सबको पैसे थे, सही बात. घर वाले को कुछ रखना है. हाँ, बीवी बच्चा के लिए हम लोग का जिंदगी खलास होता है. खलास नहीं इतना गर्मी. कितना साल हो गया इधर? 5 साल हो गए. 5 साल. मिस्टर कोया അടിപൊളിയാ, അടിപൊളിയാ. ഡ്യൂട്ടി കഴിഞ്ഞാ? എങ്ങനെയുണ്ട് ഗൾഫ് ജീവിതം? ഇതെല്ലാം നമുക്ക് കാണാനും ഇരിക്കാനുള്ളത്. എന്ത് പറയുന്നത് ശ്രീരാഗെ? എന്തെന്നാ സ്ഥിതി? നീ കണ്ടിട്ടുള്ള സ്ഥിതി എന്താ? ഇവിടെ ജാതി മതം ഭാഷ പിന്നെ അതേപോലെ രാജ്യം ഇതൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ട് അല്ല.